ഫോർ ദ ഡേ. ഈ ഒരു ടിപ്പ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. പ്രാക്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവരായതുകൊണ്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, ആരുടെ കൂടെയാണ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. സോ നമുക്ക് പല രീതിയിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് 1-to-1 പ്രാക്ടീസ് സെഷൻസ്. നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇംഗ്ലീഷിൽ എല്ലാ ദിവസവും മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് സംസാരിക്കുക. അതിപ്പോൾ ആര് വേണമെങ്കിലും ആകാം. നിങ്ങളുടെ ഫ്രണ്ട് ആകാം, പേരൻ്റ് ആകാം, പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അടുപ്പമുള്ള ഒരു നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആകാം. ആരും ആയിക്കോട്ടെ, അതൊരു പ്രശ്നമല്ല. നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റുമ്പോൾ കളിയാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നീ എന്തോ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നത്, നീ വലിയ സായിപ്പാണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഒരിക്കലും നിങ്ങൾ സംസാരിക്കാനായിട്ട് പോകരുത്. അപ്പോൾ ഇത് ആരോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്? നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുമായിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. രണ്ടാമത്തെ കാര്യം, നിങ്ങളെക്കാട്ടും ഇംഗ്ലീഷിൽ നോളജ് കുറവായിട്ടുള്ള ഒരാളുടെ അടുത്താണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഈ പ്രാക്ടീസ് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരു ധൈര്യമൊക്കെ വരും, പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് തെറ്റാണോ ശരിയാണോ, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏതൊക്കെ വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്, ഈ വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്നൊന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു മിനിമം ഫീഡ്ബാക്ക് എങ്കിലും തരാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ബേസിക് ആയിട്ടുള്ള മിസ്റ്റേക്സ് പോയിൻ്റ് ഔട്ട് ചെയ്ത് തിരുത്തി തന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കാം. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ടീച്ചറാകാം, ഫ്രണ്ട് ആകാം, പേരൻ്റ് ആകാം, ആരും ആകാം. പക്ഷേ ഇങ്ങനൊരു വ്യക്തിയോട് നിങ്ങളൊരു 15 മിനിറ്റ്സ് ഏതെങ്കിലും റാൻഡം ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. പിന്നെ ഈ സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാണാപ്പാടെ പഠിച്ച കാര്യങ്ങളായിരിക്കരുത് നിങ്ങൾ സംസാരിക്കുന്നത്. ടോപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആദ്യത്തെ 5-6 ദിവസം ബിഫോർ ഹാൻഡ് തീരുമാനിക്കാം. അത് കഴിഞ്ഞ് ടോപ്പിക്ക് പോലും റാൻഡം ആയിരിക്കണം. എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഫിക്സ് ചെയ്യാതെ, ഒരു തീരുമാനം എടുക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം. കാരണം റിയൽ ലൈഫിലെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ആരും ടോപ്പിക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ നമ്മളോട് സംസാരിക്കാൻ പറയില്ല. റാൻഡം ആയിട്ടായിരിക്കും വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു 15 മിനിറ്റ്സ് എങ്കിലും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ് പ്രോപ്പറായിട്ട്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വെറുതെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, കണ്ണാടിയിൽ നിന്ന് നോക്കി മാത്രം സംസാരിച്ചിട്ടും കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ അടുത്ത് നോർമലായിട്ടൊരു കോൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ സംസാരിച്ച് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു 1-2 മന്ത്സിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളിപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ അതിൽ നിന്നൊരു 2 ടൈംസ് എങ്കിലും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഫോളോ ദിസ് ടിപ്പ്. താങ്ക് യു. English Mitra. Stop worrying, start learning.